നമ്മളെ രക്ഷിച്ചത് യേശുവാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു റോളുമില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. തിരുവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു സെക്കൻഡ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങയുടെ തിരുവചനം ധ്യാനിക്കുവാൻ പോകുന്നു. പിതാവേ, അങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടതായ തിരുവചനങ്ങളെ, മർമ്മങ്ങളെ മനസ്സിലാക്കി കൊടുക്കണമേ. പരിശുദ്ധ പിതാവേ, പരിശുദ്ധാത്മാവേ, എന്നിലൂടെ സംസാരിക്കണമേ. കർത്താവിൻ്റെ സ്വർഗീയ മർമ്മങ്ങളെ അറിയാതെ കിടക്കുന്ന അനേക മക്കൾ, സാത്താൻ്റെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കൾ, സാത്താൻ്റെ ചതിവിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കൾ, ഇവരെല്ലാവരും സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ ജീവൻ്റെ വചനം അവരെ വിടുവിക്കുവാൻ ഇടയാകേണ്ടതിന് കർത്താവെ, അങ്ങയുടെ വചനം തീയായും ഇരുവായ്ത്തലെ വാളായും അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലട്ടെ. ദഹിപ്പിക്കേണ്ടത് ദഹിപ്പിച്ചുകൊണ്ട്, വെട്ടേണ്ടത് വെട്ടിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം സാത്താൻ്റെ പിടിയിൽ നിന്ന് ജനം വിടുവിക്കുവാൻ പിതാവേ, അങ്ങയുടെ വചനം ശക്തിയോടുകൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സുവിശേഷത്തിൽ വ്യക്തമായി കർത്താവിൻ്റെ തിരുവചനങ്ങളെ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. അതിൽ അന്ധവിശ്വാസത്തെ കുറിച്ചായിരുന്നു അതിൽ പറഞ്ഞത്. അതായത് സാത്താൻ തന്ത്രപൂർവം ദൈവത്തേക്കാൾ വലിയവനാകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ വച്ച്, അതായത് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ആ ക്രിസ്ത്യാനികളെ വച്ച് തന്നെ ദൈവത്തേക്കാൾ ഉയരണമെന്ന് അവൻ ചിന്തിച്ചു. അതിന് അവൻ എടുത്ത മാർഗമാണ് മറിയ മാർഗം. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയായിരുന്നു മറിയ. ആ മറിയെ വച്ചാണ് സാത്താൻ മുകളിൽ കയറുവാൻ നോക്കിയത്. അതായത് ദൈവത്തേക്കാൾ വലിയവൻ ആകണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് ഉയർന്ന സ്ഥാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് ഏത്, സാത്താൻ്റെ ആത്മാവ് ഏതെന്ന് നാം വ്യക്തമായി തിരിച്ചറിയണം. അത് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക? ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളത് ചിന്തിക്കുക. ഈ ഭൂമിയിൽ ഇന്ന് ഒരുപാട് ജാതികൾ എന്ന് പറഞ്ഞ് മനുഷ്യർ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായി ഇന്ന് കാണുന്നത് ഹൈന്ദവർ, മുസ്ലിംസ്, ക്രിസ്ത്യൻ എന്നാണ് ഇന്ന് പ്രധാനമായും ഇവിടെ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ മൂന്ന് പേരുടെ കൂട്ടത്തും മൂന്ന് കൂട്ടരും ഒരിടത്ത് നിൽക്കട്ടെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവരിൽ വസിക്കുന്ന ആത്മാവ് ഏതെന്ന്? ചിന്തിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഏത് ആത്മാവാണ് ഇവരിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്.
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും മനുഷ്യർ, ഇത്രയും വിശ്വാസത്തിൽപ്പെട്ടവരാണ് ഈ ഭൂമിയിലുള്ളത്. ഹൈന്ദവർ അവരുടെ രീതിയിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിംസ് അവരുടെ രീതിയിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ അവരുടെ രീതിയിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, ഇവരുടെ ശരീരത്തിൽ, ഇവരുടെ മനസ്സിൽ, ഇവരുടെ ചിന്തയിൽ വസിക്കുന്ന ആത്മാവ് ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നാം അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധ ആത്മാവിനെ നാം തിരിച്ചറിയണം. കർത്താവ് ഒരു തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. ആ വ്യക്തിയുടെ ഫലം കണ്ടിട്ടാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവാണോ ദുഷ്ട ആത്മാവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തി ദൈവം പറയുന്ന വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ചിന്ത അവനിൽ കാണും. ദൈവത്തിന് എതിരായിട്ടുള്ള വഴിയിൽ അവൻ പോകത്തില്ല, ആ വ്യക്തി പോകത്തില്ല. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്ന് അവൻ വേറെ മാർഗങ്ങളിലേക്ക് പോകുന്നത്? യഥാർത്ഥത്തിൽ അവനെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവല്ല, സാത്താനാണ്, ദുഷ്ടാത്മാവാണ് അവനെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് യഥാർത്ഥ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം വരാത്തതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഇനിയും ഇതിൽ ദൈവത്തിൻ്റെ മർമ്മം മനസ്സിലാക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്നു. എന്നാൽ കർത്താവ് സ്നാനമേറ്റ ഉടനെ ജോർദാനിൽ കർത്താവ് സ്നാനമേറ്റു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി വന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം അതിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാവുന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവുമുണ്ടായി എന്ന് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ പ്രവചനങ്ങളിൽ കൂടെ ദൈവം നമ്മോടുകൂടെ എന്ന ഇമാനുവേൽ എന്നവന് പേര് കർത്താവായ യേശു ക്രിസ്തുവിന്, അതായത് യേശു ക്രിസ്തു നമ്മോടുകൂടെ എന്ന്. അതാണ് മത്തായി സുവിശേഷം 28-ന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകാവസാനത്തോളം ഓരോ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന അതിനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ ഇരിക്കും. അപ്പോൾ ദൈവം നമ്മോടുകൂടെ ഇരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് യേശു ക്രിസ്തുവിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്തിന് ഭൂമിയിൽ വന്നു? എന്തിനു വന്നു? മനുഷ്യനെ രക്ഷിക്കുവാനാണ്. അത് ലൂക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൽ 18-19 വാക്യം. ഇത് വന്നിട്ട് യെശയ്യാ പ്രവാചകനിലുള്ള ഒരു വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ന്റെ 1, 2, 3 വാക്യമാണ്. അതിലുള്ളതിനെ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ. നാം കൂടുതലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ക്രിസ്തു ജനിക്കുന്നതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സകല ചരിത്രത്തെയും പ്രവചനത്തിൽ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ പ്രവചനാത്മാവ് കർത്താവായ യേശു ക്രിസ്തു സഭയിൽ തിരുവചനം വായിക്കുവാൻ കൊടുത്തപ്പോൾ ഈ തിരുവചന ഭാഗമാണ് എടുത്ത് വായിച്ചത്. ഇത് വായിച്ചിട്ട് കർത്താവ് പറഞ്ഞ്, ഈ തിരുവചനം വായിച്ചതോടുകൂടെ ഈ തിരുവചനത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞു. ഇതാ ആ തിരുവചന ഭാഗം ഞാൻ നിങ്ങൾക്കെടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 4-18. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ
അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകമടക്കി ശുശ്രൂഷക്കാരെ തിരികെ കൊടുത്തു ഇരുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗം കർത്താവ് വായിക്കുന്നത് സഭയിലാണ്. അന്നത്തെ അവിടുത്തെ യഹൂദന്മാരുടെ പള്ളിയിലാണ് ഈ തിരുവചന ഭാഗം വായിച്ചത്. ഈ വായിച്ചതോടുകൂടെ ആ ഭാഗത്തിന് നിവൃത്തിയായി പ്രവചനം പ്രവചിച്ച യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്തിന് നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ പറയുകയുണ്ടായി. എന്തിനാണ് കർത്താവ് വന്നു എന്ന് നാം കണ്ടു. 30-ാമത്തെ വയസ്സിൽ കർത്താവ് സ്നാനമേറ്റു. സ്നാനമേറ്റ് ഉടനെ തന്നെ പ്രാവുന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. എന്തുകൊണ്ട് ആ സമയം പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി വന്ന് ഒന്ന് ചിന്തിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൽ രൂപപ്പെട്ട് ജനിച്ചു. എന്നാൽ ജീവിച്ചതെല്ലാം മനുഷ്യനായിട്ട് തന്നെയാണ്. നമ്മെപ്പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ പരിശുദ്ധാത്മാവ് എന്നിറങ്ങി വന്നോ അന്ന് തൊട്ടാണ് കർത്താവ് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ തിരുവചന ഭാഗം സഭയിൽ ചെന്നിട്ട് വായിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷമാണ് കർത്താവിനെ പരീക്ഷിക്കുവാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത് പിശാച്. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ പരീക്ഷകൻ എപ്പോഴും പരീക്ഷിക്കാൻ ഉണ്ടായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവത്തെ, അതായത് കർത്താവിനെ പരീക്ഷിക്കുവാൻ ഒരു പരീക്ഷകൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സാധാരണക്കാരായ നമ്മളെ ഓരോരുത്തരെയും പരീക്ഷിക്കുവാൻ ആ ചതിയൻ ഈ ഭൂമിയിലുണ്ട്. കാരണം ദൈവം അവനെ ഇവിടെ വച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ സുവിശേഷത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, അവനെ അടയ്ക്കേണ്ട സമയം അടുത്തു. കർത്താവിൻ്റെ വരവ് അടുത്തു. കർത്താവ് വരാൻ പോകുന്നു. അതിന് താമസമില്ല. അതുകൊണ്ടാണ് ശക്തമായ സുവിശേഷം ഇന്ന് ഭൂമിയിൽ പ്രസംഗിക്കപ്പെടുന്നത്. ഉപദേഷ്ടകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ഒരുപാട്. ഞാൻ മാത്രമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ഉപദേഷ്ടകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ സാത്താൻ്റെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. മനുഷ്യനെ വഞ്ചിച്ച പിശാചിൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണം. നാം ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഇന്ന് എല്ലാവരും ആ മറിയയുടെ പേരിൽ ആണ് ഇന്ന് പല പല തർക്കങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മയെ വിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അമ്മ, സ്വർഗത്തിലെ അമ്മ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ സുവിശേഷത്തിൽ പറഞ്ഞു, സാത്താൻ വളരെ തന്ത്രപൂർവമാണ്. ദൈവത്തെക്കാൾ വലിയവനാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചതി ഈ ഭൂമിയിൽ മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചത്. അല്ലാതെ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അപ്പോൾ അതേ സുവിശേഷത്തിൽ തന്നെയാണ് ഈ വക കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. നാം ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം. എന്തിനാണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. ദരിദ്രൻ, അതായത് ഈ സുവിശേഷം അറിയാം എങ്കിലും അവർ അറിയാത്തവരെ പോലെ. ഒരു ദരിദ്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവന് ആഹാരം കഴിക്കാൻ ഇല്ലാതിരിക്കണം, അവന് ഉള്ളവനായിരിക്കണം. അവനെയാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ദരിദ്രൻ, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് സുവിശേഷം പറയുക. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഏതൊരു വ്യക്തിയിൽ ഇല്ലായോ, ദൈവത്തിൻ്റെ ആത്മാവ്, അവൻ ദരിദ്രനാണ്. അവൻ ദരിദ്രൻ, അവനിൽ ഒന്നുമില്ല. അവനോട് സുവിശേഷം പറയണം. അവന് ദൈവത്തിൻ്റെ ആത്മാവിൽ അവനെ കൊണ്ടുപോകണം. അതാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും. കാരണം ദൈവാത്മാവില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പരിശുദ്ധാത്മാവ് ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവനെ ദരിദ്രൻ എന്ന് പറയുന്നത്. അടുത്ത് കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ്
എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതൽ, സാത്താൻ്റെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാത്താൻ കെട്ടിയിട്ടിരിക്കുന്നവരെ വിടിവിക്കുക. അതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്ത വ്യക്തികൾ, അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുക, അവരിലേക്ക് അവരുടെ ദാരിദ്ര്യത്തെ നീക്കുക, പരിശുദ്ധാത്മാവിനെ അയക്കുക, വചനത്തെ അയക്കുക, സുവിശേഷം അവരോട് പറയുക, അവരിലേക്ക് ദൈവത്തെ കൊടുത്ത് അവരെ സംതൃപ്തിയുള്ളവരാക്കി മാറ്റുക. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം. അതുപോലെ ബദ്ധന്മാർ, സാത്താൻ്റെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ വിടുവിക്കുക, എങ്ങനെയെങ്കിലും രോഗികളെ സൗഖ്യമാക്കുക, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക. കണ്ണ് കാണാത്തവർ, അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കണ്ണ് കാണാത്ത കുരുടന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും യഥാർത്ഥ സത്യം തിരിച്ചറിയുന്നില്ല. യഥാർത്ഥ സത്യം തിരിച്ചറിയാതെ കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് കാഴ്ച കൊടുക്കുക, അവർക്ക് അവരുടെ കണ്ണുകളെ കെട്ടിയിരിക്കുന്ന സാത്താൻ്റെ പിടിയിൽ നിന്ന് അവരെ വിടുവിക്കുക. അതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം. അതുപോലെ ഞാനിത് ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പ്രസാദവർഷം എന്ന് പറയുന്നതാണ് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം. അത് തന്നെയാണ് കർത്താവ് ഈ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് നിറവിൽ ജനങ്ങളോട് പറയാൻ തുടങ്ങിയത്. സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യം, ആ സന്തോഷത്തിൻ്റെ സുവിശേഷമാണ് കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കർത്താവിൻ്റെ തിരുവചനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്, ഈ മറിയയെ ഈ ഭൂമിയിൽ കർത്താവ് ജനിപ്പിച്ച് കർത്താവ് ഈ ഭൂമിയിൽ വരാൻ എടുത്തിരിക്കുന്ന ആ വലിയ ഒരു പദ്ധതിയാണ്. എന്നാൽ അതിനെ സാത്താൻ എടുത്തിട്ടാണ് ജനങ്ങളെ വഞ്ചിച്ചത്. വേറെ ഒരു മാർഗവുമില്ല. കാരണം സാത്താനെ കർത്താവ് ജയിച്ചു കഴിഞ്ഞു. പരീക്ഷകൻ കർത്താവിനെ പരീക്ഷിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ പരീക്ഷയിൽ കൂടെ കർത്താവ് അവനെ തോൽപ്പിച്ചു കളഞ്ഞു. തോൽപ്പിച്ചിട്ട് സാത്താനെ ജയിച്ചവനായി യേശു ക്രിസ്തു നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ. അതാണ് സുവിശേഷത്തിലൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഞാൻ ജയിച്ചു കഴിഞ്ഞു. കാരണം സാത്താൻ പരീക്ഷിക്കാൻ വന്നു, അവനെ തോൽപ്പിച്ചു കഴിഞ്ഞു കർത്താവ്. അപ്പോൾ ഇനി സാത്താൻ എന്താണ് തടയണം? കർത്താവ് ക്രൂശിക്കാൻ പാടില്ല. അത് ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നാം കണ്ട ഭാഗത്തിൽ കൂടെ മറിയയെ സ്വർഗത്തിലെ റാണിയാക്കി, മറിയയെ സ്വർഗത്തിലെ മാതാവാക്കി, അമ്മയാക്കി, ദൈവത്തിൻ്റെ അമ്മയാക്കി, എല്ലാം ആക്കി ജനത്തെ കൊണ്ട് തന്നെ, അവരെ കൊണ്ട് തന്നെ അത് പറയിച്ച് സാത്താൻ ദൈവത്തേക്കാൾ വലിയവനാകണമെന്ന് ചിന്തിച്ച സ്ഥാനത്താണ് കർത്താവ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വത്തിക്കാനിൽ പോപ്പിൽ കൂടെ തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. അതുമാത്രമല്ല, സുവിശേഷകരെ പലരെയും അയച്ചിട്ട് ഇന്ന് ഭൂമിയിൽ കർത്താവിൻ്റെ തിരുവചനങ്ങളെ പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ഇതിൽ നിന്ന് രക്ഷിക്കപ്പെടണം, വിടുവിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുപോയി. സാത്താനെ ബന്ധിക്കാൻ സമയമായി. ഈ മറിയയെ വച്ച് ജനങ്ങളെ വഞ്ചിച്ച സാത്താൻ ഇനി ഭൂമിയിൽ കൂടുതൽ ദിവസം ഇല്ല. അവനെ ബന്ധിച്ച് പാതാളത്തിലടക്കേണ്ട സമയം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അടുത്തായി. അതിന് ഒരു കൂടുതൽ ഒന്നുമില്ല പ്രിയമുള്ളവർ. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാര്യം വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം നിങ്ങളെടുത്ത് അതിൽ വായിക്കുമ്പോൾ അതെല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അതൊരു മർമ്മമാണ്, അത് മർമ്മത്തിൻ്റെ കാര്യമാണ് അതിൽ എഴുതിയിരിക്കും. 17-18 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധർ കൊണ്ട് അവൻ ഈ സാത്താൻ്റെ പ്രവൃത്തികളെ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താനെ ജയിക്കുന്ന ജയം പ്രവൃത്തി, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടാണ് കർത്താവ് ജയിക്കുക എന്ന് 17-ാമത്തെ അധ്യായം ഞാൻ നിങ്ങൾക്കത് വായിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 17-ന്റെ 14-ാമത്തെ വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും. കുഞ്ഞാടെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധരോട് പോരാടും. കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതി രാജാവുമാകെ കൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും
വിശ്വസ്തരുമായി അവരെ ജയിക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിവൃത്തി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ. സാത്താൻ്റെ തന്ത്രം തോൽവിയിൽ വന്നു. അവൻ ജയിച്ചില്ല. ഇന്ന് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വസ്തരുമായി അവനെ തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തിയെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും പറയുന്നുവല്ലോ സഭയിൽ മറിയയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, എടുക്കുന്നില്ല എന്ന്. എന്നാൽ സഭയിൽ, ക്രിസ്തീയ സഭയിൽ, കത്തോലിക്ക സഭയിൽ നിങ്ങൾ വാർത്തുണ്ടാക്കി വച്ചിരിക്കുന്ന മറിയ എന്ന് പറഞ്ഞ്, അമ്മ എന്ന് പറഞ്ഞ് വാർത്തുണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹവും ഒരു ദിവസം സഭയിൽ നിന്ന് ഇടിച്ചു മാറ്റി സഭയെ വൃത്തിയാക്കും. അത് ഉറപ്പാണ്. അതിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടുതൽ താമസമൊന്നുമില്ല. വിഗ്രഹങ്ങളെല്ലാം ഇടിച്ചു മാറ്റും. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. ദൈവത്തിൻ്റെ ദൂതൻ മനുഷ്യനിൽ കൂടെ പ്രവർത്തിക്കും. പറയാൻ മനസ്സിലായോ? അങ്ങനെ അത് സംഭവിക്കും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാത്താൻ്റെ കുടിലതന്ത്രം തോൽവിയായി. അമ്മ മറിയെ മാതാവെന്ന് ഈ സഭയിൽ അവൻ അവതരിപ്പിച്ചു. കഴിഞ്ഞ ഇതിൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നു. അതിൽ ആ വേളാങ്കണ്ണി അച്ഛൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരികയാണ്. എപ്പോഴാണ് ഈ സഭയിലേക്ക് ഈ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു? AD 430 കൊണ്ടുവന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് പോയതിന് ശേഷം 400 വർഷം കഴിഞ്ഞിട്ടാണ് സാത്താൻ തന്ത്രപൂർവം സഭയിലേക്ക് ദൈവത്തിൻ്റെ അമ്മ എന്ന രൂപത്തിലേക്ക് കയറിയത്. എല്ലാവരും ചിന്തിക്കും, ഇത് മോള് പോപ്പല്ലേ പറഞ്ഞത്, ഇല്ലെങ്കിൽ അച്ഛന്മാരല്ലേ പറഞ്ഞത്? അവരെ പറഞ്ഞു ശരി തന്നെ. എന്നാൽ അവരിലേക്ക് പ്രവേശിച്ച സാത്താൻ്റെ ആത്മാവാണ് അവരെ കൊണ്ട് അത് ചെയ്യിച്ചത്. നിങ്ങൾ അതാണ് മനസ്സിലാക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. ആ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അവരിലേക്ക് സാത്താൻ പ്രവേശിച്ച് 400 വർഷം കഴിഞ്ഞ് പ്രവേശിച്ച് അവരിൽ കൂടെ പ്രവർത്തിച്ച് അമ്മയുടെ രൂപത്തിൽ അവിടെ വന്നു, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അവിടെ കൂടുതൽ അതിന് ബലം കൊടുക്കുവാൻ തക്കവണ്ണം 649 ഞാൻ പറയുന്നതല്ല, കത്തോലിക്ക ചരിത്രം അച്ഛൻ പറഞ്ഞത്, പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതാണ്. കഴിഞ്ഞ സുവിശേഷത്തിൽ നിങ്ങളത് വേണമെങ്കിൽ കേൾക്കുക. കേൾക്കാത്തവർ പറഞ്ഞതാണ്. AD 649 നിത്യകന്യക എന്ന് പറഞ്ഞു. മറിയയെ നിത്യകന്യക എന്ന് പറഞ്ഞു. അടുത്ത് അത് കഴിഞ്ഞിട്ട് ഏകദേശം 1000 വർഷം കഴിഞ്ഞ് ഈ കത്തോലിക്ക സഭയിൽ 1000 വർഷം 1854 മറിയയെ നിത്യ അമലോൽഫ എന്ന് പ്രസംഗിച്ചു. ഇതെല്ലാം ഇതാ വേറെ ആരുമല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാം സാത്താനാണ്, പിശാചാണ്, ദുഷ്ടാത്മാവാണ്, സാത്താൻ്റെ കുടിലതന്ത്രമാണ്. ജനങ്ങൾ അപ്പോഴത്തേക്കും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1-2 ജനമല്ല, പിന്നെ വർദ്ധിക്കുകയാണ് ജനം. ഈ ജനങ്ങളെ കൊണ്ടെല്ലാം അവനത് പറയിക്കുകയാണ് തന്ത്രപൂർവം. അടുത്ത് ഇത്രയും വർഷം പറയാത്ത ഒരു രഹസ്യത്തെ, ഒരു കാര്യത്തെ 1950 സ്വർഗാരോഹണി എന്ന് പറഞ്ഞു. മറിയ സ്വർഗത്തിലേക്ക് പോയെന്ന്. നോക്കണേ, കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് ഈ ഭൂമിയിൽ വളർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം സ്വർഗത്തിലേക്ക് പോയത് എപ്പോഴാണെന്നറിയാമോ? 1950. എങ്ങനെയാണ് നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുക? അതുവരെ സ്വർഗത്തിലേക്ക് പോയില്ല അമ്മ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അത് മനസ്സിലാക്കണം. 431 ദൈവത്തിൻ്റെ അമ്മ, രണ്ടാമത് നിത്യ കന്യക 649, 1854 അമലോൽഫ, 1950 സ്വർഗാരോഹണം.
ഈ 1950 വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനെ സ്ഥാപിച്ചത് കൂടുതലായി. അവിടെ പ്രശസ്തിയായത് വേളാങ്കണ്ണി. അപ്പോഴാണ് കത്തോലിക്ക സഭയിൽ അന്നത്തെ പുരോഹിതന്മാർ അവരിൽ കൂടെ സാത്താൻ കയറി അവരുടെ ചിന്തയിൽ കൂടെ പ്രവർത്തിച്ച് ഇത് പറയിച്ചത്. അതിനു മുമ്പേ അമലോൽപ എന്ന് പറയിച്ചു, നിത്യം കന്യക എന്ന് പറയിച്ചു, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയിച്ചു. ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുന്നതാണ് 400 വർഷം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങൾ സാത്താൻ ചെയ്തു സഭയിൽ. അവസാനം മറിയയുടെ പേരിൽ വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി അങ്ങ് ജനം ആഘോഷമായിട്ടങ്ങ് പോവുകയാണ്. ഈ കത്തോലിക്ക സഭയിൽ സാത്താൻ പ്രവർത്തിച്ച പ്രവർത്തനത്തെ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇവർ വേദപുസ്തകം ശരിക്കും വായിക്കത്തില്ല. അന്നാണെങ്കിൽ കൂടുതൽ ആൾക്കാർ പഠിപ്പറിവില്ല, നേരെ ചൊവ്വേ വായിക്കാനൊന്നും അറിയത്തില്ല ജനങ്ങൾ. എല്ലാവരും കൈവപ്പിടുന്നവരാണ്. സ്കൂളിൻ്റെ പടിവാതിലൊന്നും കാണാൻ പോയിട്ടില്ല ഒരുപാട് ജനം. അന്ന് ഒരുപാട് ജനമുണ്ട്. അങ്ങനെ ആ ജനത്തെയാണ് അവൻ പറ്റിച്ചത്. കാരണം പുരോഹിതന്മാർ അവർ പഠിപ്പറിവുള്ളവരാണ്, അവർ വേദപുസ്തകം വായിക്കുന്നവരാണ്. അവർ പറയും, ഇവർ കേൾക്കും. എല്ലാത്തിനും അവിടെ ചെന്നിരുന്നുകൊണ്ട് തലയാട്ടും. പുരോഹിതന്മാർ വിളിച്ച് പറയും, അവിടെ ഇരുന്നുകൊണ്ട് തലയാട്ടും. തലയാട്ടിക്കൊണ്ട് ഭവനത്തിലേക്ക് വരും. അമ്മ എന്ന് പറയുമ്പോൾ ആർക്കാണ് സ്നേഹമില്ലാത്തത്? അപ്പോൾ സാത്താൻ വളരെ തന്ത്രപൂർവം ദൈവത്തിൻ്റെ അമ്മ എന്ന് അവതരിപ്പിച്ച് ജനങ്ങളെ കൊണ്ടത് പറയിച്ച് ദൈവത്തേക്കാൾ വലിയവനാകണമെന്ന് അവൻ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ജയിക്കാൻ നോക്കി. അതും അവൻ പരാജയപ്പെട്ടു. ഇനി അവൻ ജയിക്കത്തില്ല, ഇനി അവൻ തല ഉയർത്തത്തില്ല. സ്തോത്രം. കാരണം കർത്താവ് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കണം എപ്പോൾ, എന്ത്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. എല്ലാവർക്കും ഭയങ്കര പ്രയാസമാണ്. ദൈവത്തിൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. നിൻ്റെ ഭവനത്തിൽ ഒരമ്മ ഉണ്ട്, നിന്നെ പ്രസവിച്ച ഒരമ്മ. ആ അമ്മ ഇപ്പോൾ എവിടെയാണ്? അത് നോക്ക് ആദ്യം. നീ കാണാത്ത ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജനിച്ച ആ മറിയ, അത് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നീ ചാവാൻ പോകാതെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്താണ് എന്നുള്ള അതിനെ കുറച്ച് ചിന്തിച്ചുകൊണ്ട് നീ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും രക്ഷ പ്രാപിക്കും. സ്തോത്രം. ഇനി ഞാനൊരു മർമ്മം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. അതിൽ തന്നെ ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു മർമ്മം പറഞ്ഞിട്ടുണ്ട്. സാത്താൻ മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു മർമ്മമാണ് അത് പറഞ്ഞിരിക്കുന്നത്. വേശ്യായിരിക്കുന്ന ഒരു മലയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേശ്യാവൃത്തി എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വിഗ്രഹാരാധനയ്ക്കാണ്. വിഗ്രഹ ആരാധന ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് വേശ്യാവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവചനം. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശത്രുവായി ഒരിക്കലും നിങ്ങൾ ആരും തീരാതിരിക്കുക. ദൈവത്തിൻ്റെ ശത്രുവായി പോയാൽ, ദൈവത്തിനെതിരായി നിന്നാൽ ഈ മോശയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ സംഭവിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തി, സംഹാരദൂതനാണ് അടുത്തിറങ്ങുന്നത്. സംഹാരദൂതൻ, ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്, സംഹാരദൂതനാണ്, വേറെ ആരുമല്ല. ഇത് നമുക്കറിയാം. ഒരു പ്രാവശ്യം കൊറോന എന്ന് പറഞ്ഞിറങ്ങി. എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് പോയി? ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? മനുഷ്യനെ കൊല്ലുന്ന ഒരു വാക്യമുണ്ട് തിരുവചനത്തിൽ. മനുഷ്യനിൽ കൂടെ മനുഷ്യനെ കൊല്ലും. അങ്ങനെയല്ലേ സംഭവിച്ചത് കൊറോന? എന്നാൽ ഇത് വരുന്നത് അതുപോലെയുമല്ല. ഈ സംഹാരകൻ വരുന്ന അങ്ങനെയല്ല. ഇത് ഭയങ്കരമായിരിക്കും. എന്നാൽ കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ കലങ്ങണ്ട, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്?
കർത്താവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്ന മക്കളോടാണ് പറഞ്ഞത്. അല്ലാതെ ഈ വിഗ്രഹങ്ങൾ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുമടക്കുന്ന, തൊട്ട് ചുംബിക്കുന്ന, ഞാൻ കഴിഞ്ഞ ഇതിൽ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നു. മനുഷ്യനിങ്ങനെ തൊട്ട് ചുംബിക്കാം. ഒരുത്തൻ ഒരു രൂപം കൊണ്ടുവരുന്നു, വിഗ്രഹം കൊണ്ടുവരുന്നു, അതിനെ തൊട്ട് ചുംബിക്കുന്നു. എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇതിൽ കൂടെ ദൈവത്തിൻ്റെ ശത്രുവാകുന്നു എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിയണില്ല. ദൈവത്തിൻ്റെ ശത്രുവാകുന്നുവെന്ന്. ഇവിടെ വെളിപ്പാട് പുസ്തകം 17:5 വാക്യം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുത്തു വെച്ച് ധ്യാനിച്ചു നോക്കുക. ഇതൊരു മർമ്മമാണ്. മഹതിയാം ബാബിലോൺ വേശ്യമാരുടെ മ്ലേച്ഛതകളുടെ മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു. ഇത് അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മാതാവെന്നുള്ളൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിരുന്നു. ഇത് സംഭവിച്ചതാണ്. ഇന്ന് ജനം മാതാവേ 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 എന്ന് വിളിക്കുന്നില്ലേ? അവരുടെ നെറ്റിയിൽ അത് എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് വിളിച്ചത്. എന്നാൽ ഇതിനെയും വീണ്ടെടുക്കപ്പെട്ട ജനത്താൽ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഇത് കർത്താവിൽ സുവിശേഷം പറയുമ്പോൾ തന്നെ സാത്താൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വരെ ജനങ്ങളെ ഇതെല്ലാം അറിയിക്കാതെ മറച്ചുവെച്ച പിശാച് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ചതിവിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുകയാണ്. ഇനി അവരെ ബന്ധിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിൽ, അതായത് ജീവപുസ്തകത്തിൽ പേര് എഴുതാത്ത ആളുകൾ ഇതിനെ വലിയ അത്ഭുതമായി കൊണ്ട് നടക്കും. അവരുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. അവരാണ് ഇതിനെ അവസാനം വരെ കൊണ്ട് നടക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ ഇതിനെ വിശ്വസിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇതിൽ നിന്നൊരു മോചനം വേണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുക്കുമെങ്കിൽ തീർച്ചയായും ദൈവം ആ ജീവ പുസ്തകത്തിൽ നിങ്ങളെ പേരെഴുതി ചേർക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ വിശ്വാസത്തിലിരുന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെടുകയില്ല. അതാരായിരുന്നാലും ശരി, പുരോഹിതനായിരുന്നാലും ശരി, കന്യാസ്ത്രീ ആയിരുന്നാലും ശരി, അവരുടെ പുറകെ പോകുന്ന വിശ്വാസികളായിരുന്നാലും ശരി. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുവചനത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു, ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരാണ് ഈ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്നത്. ഞാനത് വെളിപ്പാട് പുസ്തകം 17:8-9 വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നു. ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇവിടെ പല പല കാര്യങ്ങളെ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു മർമ്മം, മാതാവെന്ന് വിളിക്കപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതാത്തവർ. അവരാണ് ഇതൊക്കെ അമ്പരന്ന് ഇതിൻ്റെ പുറകെ പോകുന്നത്. അവരാണ് ഇത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വിട്ട് ഉപേക്ഷിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് നടന്നാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവപുസ്തകത്തിൽ ഒരു നാൾ നിങ്ങളെ പേര് കാണത്തില്ല. കർത്താവ് വരുമ്പോൾ നിങ്ങൾ അറിയത്തുമില്ല. സ്തോത്രം. അതുമാത്രമല്ല, സംഹാരദൂതൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുമില്ല. ഒരമ്മയും നിങ്ങളെ സഹായിക്കാൻ വരത്തില്ല. കാരണം ദൈവത്തിന് അമ്മയില്ല. അതാണ് സത്യം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ തിരുവചനത്തിൽ കൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. കർത്താവ് സുവിശേഷം പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷം 8:56-58 വരെയുള്ള വാക്യം നിങ്ങളെടുത്ത് വായിക്കുക. അതിൽ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ അടുത്ത് ഒരുപാട് പേർ തർക്കിച്ചു. കാരണം ഇന്ന് തർക്കിക്കും പോലെ തന്നെ അന്നും തർക്കിച്ചുകൊണ്ട് കിടന്നു. കർത്താവിനെ ഭ്രാന്തനെന്ന് പറഞ്ഞു, പെണ്ണുപിടിയനെന്ന് പറഞ്ഞു, മദ്യപാനിക്ക് കള്ളുകുടിയനെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേർ പറഞ്ഞു. അന്ന് യഹൂദന്മാർ പലരും കർത്താവിനെ കുറ്റം പറഞ്ഞു. അതുപോലെ തന്നെ അന്നത്തെ പുരോഹിതന്മാർ, അന്നുണ്ടായിരുന്നവർ കർത്താവിനെ കുറ്റം പറഞ്ഞു. അപ്പോൾ കർത്താവ്
അവിടെ ഇവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, നിനക്ക് ആബ്രഹാമിനെ അറിയാമോ? നിനക്ക് 50 വയസ്സ് പോലും ആയില്ലല്ലോ. നിനക്ക് 50 വയസ്സ് പോലും ആയില്ലല്ലോ, പിന്നെ നീ ആബ്രഹാമിനെ എങ്ങനെ അറിയുമെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ആബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ആബ്രഹാം പിതാവ് ജനിച്ചിട്ട് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ എത്ര വർഷം കഴിഞ്ഞിരിക്കും? ഒന്ന് ചിന്തിക്കാമോ? യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ അമ്മ എന്ന രൂപത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അമ്മ എന്ന് വിളിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ആബ്രഹാം പിതാവ് ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് കർത്താവ് പറയുകയാണ് തിരുവചനത്തിൽ. അപ്പോൾ ദൈവം അന്നേ ഉണ്ട്, കർത്താവ് അന്നേ ഉണ്ട്. അപ്പോൾ ആരാണ് വലിയത്? മറിയ ജനിച്ചതെന്നാണ്, എത്ര വർഷം കഴിഞ്ഞിട്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾക്കത് ചിന്തിക്കാൻ സാധിക്കുമോ? എന്തിനാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല, നീ ആബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. അപ്പോൾ അവൻ എറിയുവാൻ കല്ലെടുത്തെന്ന്. അപ്പോൾ ആബ്രഹാം പിതാവ് ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന കർത്താവ് ഈ ഭൂമിയിൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളിലും സാത്താൻ്റെ കിണിയിലും കുടുങ്ങിക്കിടന്ന മനുഷ്യനെ അവന് കിട്ടേണ്ട സകലത്തെയും സാത്താൻ വഞ്ചിച്ചെടുത്തിട്ട് വച്ചിരിക്കുകയാണ്. അതിനെ വിടുവിക്കുവാൻ വേണ്ടി വേഷത്തിൽ ഈ പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയത്തിൽ വന്ന് ഈ ഭൂമിയിൽ ജനിച്ചു. ഉടനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ ഇവിടെ അതും 400 വർഷം കഴിഞ്ഞിട്ട് സഭയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അവന് വേറെ മാർഗമില്ല, സാത്താന് വേറെ മാർഗമില്ല. കാരണം കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കുക, എല്ലാം തരാമെന്ന് പറഞ്ഞു. കർത്താവ് ഇപ്പോൾ സാത്താനെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെയാണ് നമുക്ക് ഇതിനെ സ്വന്തമാക്കുക? സാത്താൻ എത്രമാത്രം തന്ത്രം ഉപയോഗിച്ച് നോക്കി. 400 വർഷം അവൻ കാത്തിരുന്നു. 400 വർഷം ദൈവത്തെക്കാൾ വലിയവനാകാൻ 400 വർഷം. ആ 400 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ, അതായത് കത്തോലിക്ക സഭയിൽ പുരോഹിതന്മാരിൽ കൂടെ അവൻ പ്രവർത്തിച്ചത്. കാരണം അവരാണ് ഈ അന്ധവിശ്വാസത്തിൽ കൂടുതലും മുഴുകിക്കടന്നത്. പാരമ്പര്യം വിടാതെ, പൗരോഹിത്യം കൈവിടാതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷവും ഒരു കൂട്ടം പുരോഹിതന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവർ പൗരോഹിത്യം ഉപേക്ഷിക്കാതെ കടന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്നു. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നവൻ ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്നവൻ ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി സകലത്തിൻ്റെയും ഉടയവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഈ ഭൂമിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതോടുകൂടെ സകലതും അവസാനിച്ചു. ഇനി കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നു. നാം ഇത് കണ്ടു, ആബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് യേശു ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വേറൊരു സംഭവം കർത്താവ് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യം. മത്തായി സുവിശേഷം 11:11 മുതൽ. അവിടെ ഇപ്രകാരം പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ച വ്യക്തികളിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ല. അതായത് ലോകസ്ഥാപനം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലം വരെ ഇത് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, വേറെ ആരും പറയുന്നതല്ല. പ്രിയമുള്ളവരെ, സ്ത്രീകളിൽ നിന്ന് ജനിച്ച വ്യക്തികളിൽ യോഹന്നാൻ സ്നാപകനെ
പോലെ അവൻ്റെ വലിയവനാരുമില്ല. അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഈ ലോകത്തിൽ ആരുമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് യോഹന്നാനെ നിങ്ങൾ ആരാധിക്കുന്നില്ല? എന്തുകൊണ്ട് യോഹന്നാനെ മധ്യസ്ഥ വിളിക്കുന്നില്ല? വേദപുസ്തകത്തിൽ ഉള്ളതാണല്ലോ ഇത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചതാണ്. അപ്പോൾ യേശുവിനേക്കാളും വലിയവനാണോ യോഹന്നാൻ? അങ്ങനെയും നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാം. കർത്താവ് തന്നെ പറയുകയാണല്ലോ, യേശു ക്രിസ്തു തന്നെ പറയുകയാണല്ലോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അപ്പോൾ യോഹന്നാനെ കർത്താവ് ഇത്രമാത്രം ഉയർത്തി പറഞ്ഞെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വ്യക്തമായി പറഞ്ഞ ഈ യോഹന്നാൻ എത്രമാത്രം വലിയവനാണ്. അപ്പോൾ അവനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? അവനെ ആരാധിക്കാൻ നിങ്ങൾക്ക് തോന്നുമോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചത് യോഹന്നാൻ വലിയവനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ ജനിച്ചതിൽ വലിയവൻ യോഹന്നാനെന്ന് പറഞ്ഞിരിക്കുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മർമ്മങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അവിടെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇനി ഞാൻ ആ വാക്യം നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സത്യം ചെയ്താണ് കർത്താവ് പറയുന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്ത് പിടിക്കുകയാണ് ജനം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് പോകാനാണ് കർത്താവ് സുവിശേഷം പറയുന്നത്. ദൈവരാജ്യത്തിലേക്ക് പോകാൻ ബലാത്കാരം ചെയ്താണ് ജനം പോകാൻ നോക്കുന്നത്. ബലാത്കാരം എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ള ആ വൈരാഗ്യത്തോടുകൂടെ ജനം പോവുകയാണ്. ബലാത്കാരം ചെയ്ത് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ജനം ശ്രമിക്കുന്നുണ്ട്. അടുത്ത് ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ ഉള്ളൂ. അതിൻ്റെ അർത്ഥം സകരിയ പുരോഹിതൻ അവസാന പുരോഹിതനാണ്. അത് കഴിഞ്ഞിട്ട് പുരോഹിതനില്ല. പുരോഹിതൻ എന്ന് പറയുന്നത് ഈ സകരിയ വരെ ഉള്ളൂ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ യോഹന്നാൻ വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലന്മാരെ കർത്താവ് നിയമിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നിയമിച്ചതാണ് അപ്പോസ്തലന്മാർ. അപ്പോൾ ഇവിടെ നാം കണ്ടു, യോഹന്നാൻ വലിയവനാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ ഈ യോഹന്നാൻ വലിയവനായിരിക്കെ യോഹന്നാൻ എല്ലാവരെയും മറന്നു കളഞ്ഞു. കാരണം യോഹന്നാനെ തലവെട്ടി. യഥാർത്ഥത്തിൽ യോഹന്നാൻ ആരെന്നറിയാമോ? യോഹന്നാൻ ഏലിയാവായിരുന്നു. ഈ ലോകത്തിൽ ജനിച്ചതിൽ ഒന്ന് ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഈ യോഹന്നാനും മരണം കാണാതെ എടുക്കപ്പെട്ടതാണ്. മരണം കാണാതെ എടുക്കപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയ ഏലിയാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു വഴിയൊരുക്കുവാൻ, ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാൻ. ആ വഴിയൊരുക്കലാണ് സ്നാനം. ആ സ്നാനമെന്ന ആ ശുശ്രൂഷ ചെയ്യിക്കുവാൻ വന്നതാണ് യോഹന്നാൻ. യോഹന്നാനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ്. അതായത് ഏലിയാവിനെ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചു. അവൻ്റെ തലയെ വെട്ടി ഏലിയാവ് അവിടെ മരിക്കുകയാണ്. മരിച്ചിട്ട് അവൻ പോവുകയാണ് സ്വർഗത്തിലേക്ക്, പരദീസിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? യോഹന്നാൻ വലിയവനാണെന്ന് നിങ്ങൾ കണ്ടു. എന്നാൽ യോഹന്നാൻ ആരായിരുന്നു? ഏലിയാവായിരുന്നു. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് കർത്താവ് പോലും സാക്ഷി പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊക്കെ നിങ്ങൾ മറക്കുകയാണ്.
എന്നാൽ ഏലിയാവിനെ വിളിച്ചാൽ ഇല്ല, ഈ യോഹന്നാനെ വിളിച്ചാൽ വന്ന് നിങ്ങളെ സഹായിക്കുമോ? ഈ പ്രവാചകന്മാരെ വിളിച്ചാൽ നിങ്ങളെ വന്ന് സഹായിക്കുമോ? നമ്മളെ സഹായിക്കുമോ? ഒരിക്കലുമല്ല. ആ അന്ധവിശ്വാസത്തിൽ നിങ്ങളെ ചിന്തയെ കൊടുക്കാതിരിക്കുക. സാത്താൻ നിങ്ങളെ കുടിലതന്ത്രത്തിൽ കുടുക്കിക്കളഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, സാത്താൻ്റെ ഈ കുടിലതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. ആബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ കർത്താവുണ്ട്. നാം കണ്ടു, കർത്താവ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറിയയെ വിശേഷിപ്പിച്ചത് നിങ്ങളല്ല. കർത്താവിൻ്റെ സഭയിൽ അന്ന് പുരോഹിതന്മാരുടെ ഇടയിൽ കർത്താവിടെ നിന്ന് പോയതിന് ശേഷം 400 വർഷത്തിന് ശേഷമാണ് സഭയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ കൊണ്ടുവന്നത് സാത്താൻ. സാത്താനാണിത് കൊണ്ടുവന്നത്, ദൈവത്തെക്കാൾ വലിയവനാകാൻ വേണ്ടി. അവിടെയും പരാജയം വന്നു പ്രിയമുള്ളവരെ, അവിടെയും പരാജയം വന്നു. ഞാൻ കഴിഞ്ഞ സുവിശേഷങ്ങളിൽ ഞാൻ നിങ്ങൾക്കത് ഓർമ്മപ്പെടുത്തി തന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്. യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു എന്താണ്? ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഫിലിപ്പോസേ, ഇത്ര നാൾ ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞുവെന്ന്. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9:6 ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. സമാധാന പ്രഭുവാണവൻ, നിത്യപിതാവാണവൻ, സർവ്വതുമാണവൻ. ഇനിയും ഞാൻ നിങ്ങൾക്കൊരു മർമ്മം സുവിശേഷത്തിൽ കൂടെ കാണിച്ചു തരാം. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായം നിങ്ങളെടുത്ത് വായിക്കുക. ഇതൊരു മർമ്മമാണ്, കർത്താവിൻ്റെ മർമ്മമാണ്. കർത്താവ് വെളിപ്പെടുത്തുന്ന മർമ്മകാര്യങ്ങളാണ് യേശുക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്. ഇവിടെ മറ്റാർക്കും ഒരു റോളുമില്ല പ്രിയമുള്ളവരെ, മറ്റാർക്കും ഇവിടെ ഒരു റോളുമില്ല. ഓരോരുത്തർ വന്നു അവരുടെ പണി ചെയ്ത് അവർ പോയി. നമ്മുടെ കർത്താവ് തന്നെ അവസാനം വരെ നമ്മളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത്, കർത്താവ് തന്നെ അവസാനം വരെ നമ്മളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൽ ഇപ്രകാരം പറയുന്നു. 22 മുതലാണ് ആ വാക്യം. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. അടുത്ത്, ഇപ്പോഴും അവരുടെ പാപത്തിന് ഒഴികളിവില്ല. കാരണം അന്നത്തെ യഹൂദന്മാർ കർത്താവിനെ വിശ്വസിക്കാത്തത് കൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണത്. വിശ്വസിക്കാത്തവരൊക്കെ വേണ്ടിയാണ് ഈ തിരുവചനം. എന്നെ പഹിക്കുന്നവൻ എൻ്റെ പിതാവിനെയും പഹിക്കുന്നു, എന്നെ പഹിക്കുന്നവൻ എൻ്റെ പിതാവിനെയും പഹിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ. ഇന്ന് ഈ ലോകത്തിൽ, അതായത് കർത്താവ് വന്നപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയോ, ഇത് ചെയ്യാതിരുന്നെങ്കിൽ അവരുടെ പാപത്തിന് ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കർത്താവ് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കാരണം ക്രിസ്തുവിനെ അവർ അറിഞ്ഞില്ല. ഇനി അതിൻ്റെ അപ്പുറം, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുമോ ദൈവത്തിൻ്റെ മർമ്മം? ഇവിടെ എന്താണ് പറയുന്നത് അറിയാമോ? ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടത് പിതാവിനെ കണ്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ പകയ്ക്കുന്നവൻ പിതാവിനെയും പകയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവമായിരുന്നു ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് വ്യക്തമായി. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ആ വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ
അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ഇന്നു മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവിൻ. അന്ന് ജീവിച്ചിരുന്ന വ്യക്തികളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കൊണ്ട് നിങ്ങൾ സാക്ഷി പറയുവിൻ. എന്നാൽ ഈ സത്യാത്മാവ് വരുമ്പോൾ ഇത് അറിയാത്തവരും സാക്ഷി പറയും. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവരും എന്നെക്കുറിച്ച് പറയും. ഇതാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ എത്ര പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ എത്രയോ പേർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രിയമുള്ളവരെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് അന്ന് തന്നെ അവരോട് പറഞ്ഞു, എന്നെ പകച്ചത് നിങ്ങൾ പിതാവിനെയും പകച്ചു കഴിഞ്ഞു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പിതാവിനെ പോലും കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു. ഫിലിപ്പോസിനോട് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് പ്രിയമുള്ളവരെ ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ, ഫിലിപ്പോസെ, ഇത്ര നാൾ നീ എന്നോടുകൂടെ ഇരുന്നിട്ടും എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു, പിന്നെ നീ എങ്ങനെ പിതാവിനെ കാണിച്ചു തരണമെന്ന് എന്നോട് ചോദിക്കുന്നു? അങ്ങനെ ഒരു പിതാവുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരുമായിരുന്നല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന്, പുത്രൻ്റെ രൂപത്തിൽ വന്ന് ഈ ഭൂമിയിൽ മറിയയിൽ നിന്ന് ജനിച്ചത് കൊണ്ട് മറിയ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ, ലോകസ്ഥാപനം മുതലേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകസ്ഥാപനം മുതലേ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ വന്ന ആ രക്ഷകനാണ്. ആ രക്ഷകന് നിങ്ങൾ അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുത്ത് ഒരുത്തിയെ കൊണ്ട് മുന്നിൽ നിർത്തുമ്പോൾ അതിൻ്റെ മുകളിൽ സാത്താനാണ് കയറുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? ഞാൻ ദൈവത്തിൻ്റെ അതായത് നക്ഷത്രങ്ങൾക്ക് മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് പറഞ്ഞവനാണ് അവൻ, പിശാചായവൻ. അമ്മ എന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, സഭയിൽ ഒരു മറിയയെ കൊണ്ട് നിങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആ മറിയയുടെ രൂപത്തിൽ നിൽക്കുന്നത് സാത്താനാണെന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? കുറച്ചെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? മറിയയുടെ രൂപത്തിൽ അമ്മ എന്ന സ്ഥാനം പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് പിശാചാണ്, ദുഷ്ടാത്മാവാണ്, ഭൂതമാണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കഴിയുമോ? ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറിയയെ ഭൂതമെന്നും അമ്മ ഇങ്ങനെയൊക്കെ വിളിച്ചല്ലോ എന്ന്. ഞാൻ മറിയയല്ല വിളിച്ചത്. മറിയയുടെ പേരെടുത്ത് നിങ്ങൾ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അവിടെ വെച്ച് വിളിക്കുമ്പോൾ, അമ്മയെന്ന് വിളിക്കുമ്പോൾ, മറിയ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് മറിയയല്ല, മറിയയുടെ പേരെടുത്ത് വന്നിരിക്കുന്ന പിശാചാണ്, സാത്താനാണ് അവിടെ നിൽക്കുന്നത്. ദൈവത്തേക്കാൾ വലിയവനാകുവാൻ, സഭയിൽ ദൈവത്തേക്കാൾ വലിയവനാകുവാൻ, സഭയിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 2 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവേ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ 2 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവേ ഞാൻ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ആ സ്ഥലത്തിൽ തന്നെ മറിയയെ കൊണ്ട് നിങ്ങൾ നിർത്തുമ്പോൾ, ആ ദൈവത്തിൻ്റെ അമ്മയായി നിങ്ങൾ നിർത്തുമ്പോൾ, ആ കർത്താവ് എത്രമാത്രം വേദനിക്കും, ആ കർത്താവ് എത്രമാത്രം ദുഃഖിക്കും, കർത്താവിൻ്റെ ആത്മാവ് എത്രമാത്രം ദുഃഖിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? സാത്താനായവൻ ദൈവത്തേക്കാൾ വലിയവനാകുമെന്ന് പറഞ്ഞ അതേ പ്രവൃത്തിയാണല്ലോ ജനങ്ങളെ, ക്രിസ്തീയ ജനങ്ങളെ, കത്തോലിക്ക ക്രിസ്തീയ ജനങ്ങളെ നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് തിരുവചനത്തിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പലർ പറയുന്നു, അവന് പൊട്ടനാണ്, അവന് വിവരമില്ല, അവന് അറിവില്ല. എത്ര പേർ മന്ത്രിക്കുന്നതായിരിക്കും, എത്ര പേർ അമ്മയെ വിളിക്കുന്നതായിരിക്കും, അമ്മയെ മാതാവേ ഇവൻ്റെ വായടയ്ക്കണമേ, ഇവൻ്റെ അത് ചെയ്യണമേ, ഇത് ചെയ്യണമേ, എത്ര പേർ മന്ത്രിക്കുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ സുവിശേഷം കേട്ടുകൊണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നുവെങ്കിൽ
പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രമാത്രം ശക്തമായി ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം അത്രമാത്രം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് വത്തിക്കാനിൽ പോപ്പിൽ കൂടെ തന്നെ എവിടെയാണ് സാത്താൻ കയറി അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ കൊണ്ട് ആരാധിപ്പിച്ചോ, അതേ സ്ഥലത്തിൽ തന്നെ പറയാൻ ഇടയാക്കി, മറിയ അല്ല നമ്മളെ രക്ഷിച്ചത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ രക്ഷിച്ചത്. മധ്യസ്ഥ സ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനാണുള്ളത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, മറിയയല്ല. ഈ ലോകത്തിൽ ജീവിച്ചു പോയ ആർക്കും അതിനൊരു സ്ഥാനവുമില്ല മധ്യസ്ഥ നിൽക്കുവാൻ. എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ മരിച്ചുപോയ, ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ആ വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പാടില്ല. അത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. പ്രിയമുള്ളവരെ, മരിച്ചവർക്ക് വേണ്ടി തലമുണ്ടനം ചെയ്യരുതെന്ന് മോശെ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി, ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചു പോയോ അവർ പോയി, അവരെ പിന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല. അഥവാ നമ്മൾ അവരെ വിശുദ്ധിയോടെ ജീവിച്ചവരാണെങ്കിൽ നമ്മളും വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നമുക്കത് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. സാത്താൻ്റെ തന്ത്രം നിങ്ങൾ തിരിച്ചറിയുക. ചിലർ പറയും അന്തിക്രിസ്തുവാണിത്. അന്തിക്രിസ്തു എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് ബൈബിളിൻ്റെ വചനങ്ങളൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട്. അന്തിക്രിസ്തു, ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന നിങ്ങളെക്കുറിച്ച് എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ബിലയാമിൻ്റെ യൂദ, ഒരു ചെറിയ ലേഖനമാണ് യൂദ ലേഖനം. ആ യൂദ ലേഖനത്തിൽ പോലും യൂദ ഇതിനെക്കുറിച്ച് പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യൂദ ഇതിനെക്കുറിച്ച് പറയുന്നതാ. യൂദ 11-ാമത്തെ വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അവർ നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഈ വിശ്വാസത്തിലുള്ളവരെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർ, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവർ, ഇവരിൽ ജീവനില്ല, വേരറ്റവരാണ്, ഇല കൊഴിഞ്ഞവരാണ്. പരിശുദ്ധാത്മാവിവരിലില്ല. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികളാണ്, ജീവനില്ലാത്ത വൃക്ഷങ്ങളാണിവർ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രതഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു പോലും ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് സഭയിൽ പറഞ്ഞു. ഞാനിത് പല പ്രാവശ്യം നിങ്ങൾക്കെടുത്ത് കാണിച്ചു തന്നതാണ്. നിങ്ങൾ ചിന്തിക്കാമോ ജീവനുണ്ടെന്ന്? പരിശുദ്ധാത്മാവാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളത് മനസ്സിലാക്കണ്ടേ? ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയണ്ടേ? പ്രിയമുള്ള സഹോദരങ്ങളെ, മാനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. ഇങ്ങനെയുള്ള മ്ലേച്ഛത വിട്ട് ഓടുവിൻ. കർത്താവ് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമമില്ല യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ.
യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. സ്തോത്രം. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ് ക്രിസ്തു. ലോകസ്ഥാപനം മുതലേ ഭൂമിയിൽ ഉണ്ടായിരുന്നവനാണ് ക്രിസ്തു. യോഹന്നാൻ വരെ പറയുന്നു, അവൻ്റെ ചെരിപ്പോൻ്റെ വാറളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. സ്നാനക്കടവിൽ വെച്ച് യോഹന്നാൻ വിളിച്ചു പറയുന്നു, ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന ഏലിയാവ്. ആ ക്രിസ്തു അവനെക്കുറിച്ച് തിരിച്ചു പറയുകയാണ് യോഹന്നാനെക്കുറിച്ച്, സ്ത്രീകളിൽ നിന്ന് ജനിച്ച വ്യക്തികളിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. ഒരുപാട് മർമ്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. നമുക്ക് തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാമമാണ്. അതിൻ്റെ ഇടയിൽ വെള്ളം ചേർക്കരുത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ വെള്ളം ചേർക്കരുത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറൊന്നും കൊണ്ട് കലർത്തരുത്. അത് നിങ്ങൾക്ക് അപകടമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും സുഖവും ലഭിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവല്ല അവിടെ ഉള്ളത്, പിശാചിൻ്റെ ആത്മാവാണ്. പിശാചാണ് അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. പിശാച് ദുഷ്ടാത്മാവാണ്. ഈ കത്തോലിക്ക സഭയിൽ കൂടെയാണെന്ന് ദൈവനാമം ദുഷിപ്പിക്കപ്പെടുന്നത് കൂടുതലും. ദൈവത്തിൻ്റെ ആത്മാവ് വേദനിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് വേളാങ്കണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് വച്ചിരിക്കുന്നു. 1950 ഇപ്പോൾ ഇതാ ഒന്ന് തുടങ്ങി കൃപാസന എന്ന് പറഞ്ഞുകൊണ്ട്. അതിനു മുമ്പേ ഒന്ന് തുടങ്ങി എടത്തുവ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെയും വർഗീസ് പുണ്യവാളൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വച്ചിരിക്കുന്നു. മരിച്ചവരോട് പ്രാർത്ഥിക്കുക, മരിച്ചവരെ ആരാധിക്കുക. എന്താണ് അവിടെ നടക്കുന്നത്? കണ്ണ് സുഖമില്ലേ? കണ്ണ് വാങ്ങിയിട്ടു, കാല് വാങ്ങിയിട്ടു. ദൈവം ആഗ്രഹിക്കുന്നതാണ് ഒരു ക്ഷേത്രത്തിലുള്ളതിനേക്കാൾ മ്ലേച്ഛതയല്ലയോ നിങ്ങൾ ചെയ്യുന്നത്? മ്ലേച്ഛത. അവരോ ക്രിസ്തുവിനെ അറിയുന്നില്ല എങ്കിൽ എന്നെങ്കിലും വയ്ക്കാം. നിങ്ങളോ യേശു ക്രിസ്തുവിനെ അറിയുന്നവരാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. വേദപുസ്തകം വായിച്ച് പഠിക്കുക. വേദപുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നുവെന്ന് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിൽ എഴുതി തരാത്തതിനെ നിങ്ങൾ എടുത്തുകൊണ്ട് ഈ മ്ലേച്ഛത ചെയ്യുന്നില്ലയോ? ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് നാണമില്ലയോ? നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അതിൽ നിന്ന് രക്ഷപ്പെടുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, രക്ഷപ്പെട്ടോളുക. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക. കർത്താവ് വളരെയധികം വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. എന്തെല്ലാം മ്ലേച്ഛതകളാണ് നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോലും ഇത്രമാത്രമില്ല. അതേക്കാൾ ഉപരിയായി ഒരു കത്തോലിക്ക സഭയിൽ ഇവർ സാത്താൻ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. സാത്താനാണ് ഇതിൻ്റെ പുറകിലുള്ളത്. സാത്താൻ്റെ ആത്മാവാണ്. സാത്താൻ്റെ ആത്മാവാണ്, ദുഷ്ടാത്മാവാണ്, ഭൂതമാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവല്ല. അതുകൊണ്ടാണ് സംഹാരകൻ ഇറങ്ങി വരാൻ പോകുന്നത്. സംഹാരദൂതൻ അടുത്ത് വരുന്നത് 1-2 പേരെ അല്ല കൊണ്ടുപോകുന്നത്. മാനസാന്തരപ്പെടുമെങ്കിൽ തീർച്ചയായും മാനസാന്തരപ്പെടും, രക്ഷപ്രാപിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് അല്പമെങ്കിലും നിങ്ങൾക്ക് ആശ്വാസവും സുഖവും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ അയൽവാസികളിൽ, നിങ്ങളുടെ ബന്ധുക്കളിൽ, നിങ്ങളുടെ മിത്രാദികളിൽ ആരോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും പങ്കുവയ്ക്കാതെ, വിഗ്രഹങ്ങളെ ആരാധിക്കാതെ, മ്ലേച്ഛതകൾക്ക് പോകാതെ വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്റെ മിത്രാദികളിൽ ആരോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ അതിൽ നിന്നെല്ലാം ഇങ്ങനെ തട്ടി വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ മാനസാന്തരപ്പെടുമോ? ഈ വർഷം നോക്കാം, അടുത്ത വർഷം നോക്കാം. കർത്താവ് ഈ വൃക്ഷത്തിനെക്കുറിച്ചൊരു ഉപമ പറഞ്ഞിരിക്കുന്നു. ഈ വർഷം അതിനെ വെട്ടിക്കളയാം, ഫലമില്ല. അപ്പോൾ പറയുകയാണ്, ഇല്ല, ഒരു വർഷം കൂടെ നമുക്ക് നോക്കാം, ഒരു വർഷം കൂടെ നോക്കാം, ഒരു വർഷം കൂടെ നോക്കാം. ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമാണ് വെട്ടിക്കളയാൻ നാളെ വരുന്ന സമയത്താണ് മാരക രോഗങ്ങൾ വന്നു കയറുന്നത്. മാരക രോഗങ്ങൾ. അവിടെയും ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകസത്യ ദൈവമായ ദൈവത്തെ വിളിക്കാൻ നിങ്ങൾക്ക് അവസരം തരുന്നു. എങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മാനസാന്തരപ്പെടുകാതെ നിങ്ങൾ സാത്താൻ്റെ കെടില തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അമ്മേ 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 എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. പുരോഹിതന്മാർ പറയും, അമ്മ വാങ്ങിത്തരും, അമ്മ പുത്രനോട് വാങ്ങിത്തരും, അമ്മ വാങ്ങിത്തരും. അമ്മ എവിടെ നിന്ന് വാങ്ങിത്തരും?
ഒരിടത്തുനിന്നും വാങ്ങിത്തരത്തില്ല അമ്മ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സർവശക്തനായി ഇരിക്കുകയാണ്, ജീവിക്കുന്നവനായിരിക്കുകയാണ്. ആ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ ആവശ്യങ്ങൾ നേടുമെങ്കിൽ തീർച്ചയായും അവൻ അറിയായ്മയുടെ കാലങ്ങളെ അവൻ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതുജീവൻ തരുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്നു. സ്തോത്രം. എപ്പോഴും സന്നദ്ധനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ്റെ ആ കിണിയിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. സാത്താൻ്റെ കിണിയിൽ നിന്ന് രക്ഷപ്പെട്ടോളുക. നിങ്ങൾക്കിത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാനിവിടെ വീണ്ടും പറയുന്നു, ഇവിടെ ഒരു ബെന്തിക്കോസുമില്ല, ഒരു സഭയുടെ പേരുമില്ല. ജീവൻ്റെ വചനം, ഇതിൻ്റെ മുകളിൽ ഒരു സഭയുടെ പേരുമില്ല. യേശു ക്രിസ്തുവാണ് ഏക സഭ. യേശു ക്രിസ്തു, ക്രിസ്തുവിൻ്റെ സഭ. സ്തോത്രം. ക്രിസ്തുവാണ് സഭയുടെ തൂണ്, ക്രിസ്തുവാണ് സഭയുടെ നാഥൻ, ക്രിസ്തുവാണ് സഭയുടെ രക്ഷകൻ, ക്രിസ്തുവാണ് സർവ്വതും. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും ദൈവം വിളിക്കുകയാണ്. എല്ലാവരെയും ദൈവം വിളിക്കുന്നു. കർത്താവ് വിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിക്കപ്പെടുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ കർത്താവിൻ്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ മ്ലേച്ഛത ജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിൽ ശരണം പ്രാപിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനങ്ങൾ, അത് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മർമ്മങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് കർത്താവ് ഓരോ സമയവും ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രം. അത് ദൈവം പങ്കുവയ്ക്കത്തില്ല ആർക്കും. ഒരു വ്യക്തിക്കും ദൈവം പങ്കുവയ്ക്കത്തില്ല. മനുഷ്യനെന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിലും മനുഷ്യനും ഒരു വിലയുണ്ട്. മനുഷ്യനും ഒരു വിലയുണ്ട് പ്രിയമുള്ളവരെ. മനുഷ്യനും കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തന്നെപ്പോലെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനും വിലയുണ്ട്. ആ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ മനുഷ്യനാണ് സാത്താൻ പറയുന്നത് കേട്ട് ജീവിക്കുന്നത്. ആ മനുഷ്യൻ, ഇതാ ഞാൻ ഒരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായം. ഇവിടെ ഇതെല്ലാം വെളിപ്പെടുത്തിയ ദൂതൻ്റെ കാലിൽ യോഹന്നാൻ വീഴുകയാണ്. 19:10. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. യോഹന്നാൻ പറയുകയാണ്, ഞാൻ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ള നിൻ്റെ സഹോദരന്മാർക്കും, യോഹന്നാന് മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുന്ന എല്ലാവർക്കും, നിൻ്റെ സഹോദരന്മാർക്കും, സഹഭൃത്യനത്രേ. സഹഭൃത്യൻ എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത സ്നേഹിതൻ. ഒരു ദൂതൻ പറയുകയാണ്, കർത്താവിൻ്റെ ദൂതൻ ഈ വെളിപ്പാടുകളെല്ലാം കൊടുത്തതിന് ശേഷം ഒരു ദൂതൻ തൻ്റെ വെളിപ്പെടുത്തി കൊടുത്ത ആ വ്യക്തിയോട് പറയുകയാണ്, നീ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം ചെയ്യരുത്. ഞാൻ നിൻ്റെ സഹഭൃത്യനാണ്, ഒരു സ്നേഹിതനാണ്. സ്നേഹിതൻ എന്ന് പറയുമ്പോൾ, സ്നേഹിതൻ്റെ കാലിൽ വീഴുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു ദൂതൻ പറയാണ്, ഞാൻ നിൻ്റെ സ്നേഹിതൻ. ആരെ? യോഹന്നാൻ്റെ സ്നേഹിതൻ മാത്രമല്ല, യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും, സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക. നീ ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുക.
ദൈവത്തെ നമസ്കരിക്കുക, മറ്റാരെയും നീ നമസ്കരിക്കരുത്. മറ്റാരെയും നീ നമസ്കരിക്കരുത്. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഈ വചനത്തിലുള്ള പ്രവചനത്തിൻ്റെ ആത്മാവാണ് യേശുവിൻ്റെ സാക്ഷ്യം. യേശുവിൻ്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, വചനമാണ്. അതുകൊണ്ട് ദൈവത്തെ നീ നമസ്കരിക്കുക, വചനത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പാദത്തിൽ നിന്നെ മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുക, അല്ലാതെ എന്നെയല്ല. ഒരു ദൂതനെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ വിലക്കി. ദൈവത്തിൻ്റെ പ്രധാന ദൂതനാണത്. ആ ദൂതൻ വിലക്കുകയാണ്, നീ എന്നെ നമസ്കരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും വിളിച്ചുകൊണ്ട് അവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും നാണമില്ലേ? നിങ്ങൾ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലേ? പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയാൻ പറ്റത്തില്ലേ? തിരിച്ചറിയാൻ പറ്റത്തില്ലേ? മറിയ ഈ ഭൂമിയിൽ ജീവിച്ചു പോയി. അവർ ഈ ഭൂമിയിൽ ഇല്ല. അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ ഇല്ല. എവിടെ നിന്ന് വിളിച്ചാലും നമ്മളെ സഹായിക്കാൻ. മരിച്ചവരും മൗനത്തിലായവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞ തിരുവചനം സങ്കീർത്തനം 115:17. അങ്ങനെ ഇരിക്കുമ്പോൾ സാത്താനായവൻ സഭയിൽ കയറി പുരോഹിതന്മാരിൽ കൂടെ പ്രവർത്തിച്ച് ഒന്നും അറിയാത്ത ഈ ജനങ്ങളെ, പാവങ്ങളെ വഞ്ചിച്ച് ഇന്ന് ഇത്രത്തോളം ചതിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നപ്പോൾ ദൈവം ശക്തമായ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് പോപ്പ് ലിയോയിൽ കൂടെ ഇന്ന് ജനങ്ങളെ അറിയിച്ചത്. ഇപ്പോൾ സഭയിൽ ഈ അച്ഛന്മാർ, പുരോഹിതന്മാർ കടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. എങ്ങനെ ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാം? എങ്ങനെ? അല്ലെങ്കിൽ ജനം ഇപ്പോൾ ഞങ്ങളെ വിട്ടു പോകും, പെന്തിക്കോസിലേക്ക് പോകുമെന്ന് പറഞ്ഞോട്. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം മാറും. ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ നോക്കുക, മാറും ഇതൊക്കെ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൂതൻ അത് വ്യക്തമായി കാര്യങ്ങളെ ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ആരൊക്കെയാണ് സംഹാരകൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുമെന്ന് അറിയില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ രക്ഷിക്കപ്പെടുവാൻ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനിയും കാര്യങ്ങളുണ്ട്. അടുത്ത സുവിശേഷത്തിൽ ഞാനത് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്കാർക്കും രക്ഷയില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് യാചിക്കുക. ദൈവം നിങ്ങൾക്ക് അതിനെ വെളിപ്പെടുത്തി തരും. ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞു എന്ന് അങ്ങനെ ഒന്നും ആരും ചിന്തിക്കരുത്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുക, അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സഭകളിൽ വച്ചിരിക്കുന്ന, ആലയങ്ങളിൽ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം ഉടച്ചു കളയുക. നോക്കുക അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടുമെന്ന്, പരിശുദ്ധാത്മാവ് എങ്ങനെ ഇറങ്ങി വരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാം ഉടച്ചു കളയുക. വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിഞ്ഞോളുക. ഒരു വിഗ്രഹത്തെയും തൊട്ട് തൊഴുവാൻ പോകരുത്. കൃപാസനത്തിൽ ഞാൻ കാണിച്ചു തന്നത് തൊട്ട് ചുംബിക്കുന്നു. എവിടെയെല്ലാം സ്ഥാപിച്ചിരിക്കുന്നു സാത്താൻ. ജനങ്ങൾ ചെന്ന് അതിനെ തൊട്ട് ചുംബിച്ചുകൊണ്ട് നടക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇല കൊഴിഞ്ഞവർ, ജീവനില്ലാത്ത വൃക്ഷം. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ മുട്ടിപ്പോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനം കേട്ട മക്കളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച് എല്ലാ സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് വിഗ്രഹാരാധന വിട്ട് ഓടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ, നല്ല മനസ്സ് കൊടുക്കണമേ കർത്താവേ. ഇവരെ വഞ്ചിച്ച് ബന്ധിച്ചിരിക്കുന്ന ദുഷ്ട സാത്താൻ്റെ കോട്ടകളെ തകർക്കണമേ.
യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ ഇന്ന് ഇവരുടെ കണ്ണുകളെ കെട്ടിയിരിക്കുകയാണ്. ആ കെട്ടുകളെല്ലാം അറുത്ത് ഇവർ യഥാർത്ഥത്തിൽ ഏകസത്യ ദൈവമായ അങ്ങയെ മാത്രം ആരാധിക്കുന്നവരായി തീരുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഇവരെ ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ. അങ്ങയുടെ ദൂതന്മാരെ കൊണ്ട് തന്നെ ഇവർക്ക് നേർവഴി കാണിപ്പിക്കണമേ. പരിശുദ്ധ പിതാവേ, സംഹാരകൻ്റെ കയ്യിൽ ഇവർ അകപ്പെട്ടു പോകരുതേ. അതിനായി ഇവർ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും ഏകസത്യദൈവമായ കർത്താവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു വിഷയവുമായി, ഇതിൻ്റെ കൂടെ അടുത്തൊരു വിഷയവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുന്നതുവരെ ദൈവം എന്നെയും നിങ്ങളെയും കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.